ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അനുപമൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആവശ്യത്തിന് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തു. നമ്മളെത്തിയപ്പോഴത്തേക്കും അനുപമ സാരി കൊടുത്ത് സെറ്റപ്പായി. ഇതാണ് അനുപമയുടെ മമ്മി. ഈ കാണുന്നതാണ് അനുപമയുടെ പപ്പ. ആ കുട്ടി കുറുമ്പനാണ് ആൽബി. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് മേലേക്ക് എത്തിയപ്പോഴത്തേക്കും പ്രാർത്ഥനയും കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. അനുപമ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു, നിറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. ആ കാണുന്ന കുട്ടി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ചേച്ചി അല്ലേ യൂട്യൂബിൽ വ്ളോഗൊക്കെ ഇടുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ എന്താ ചെയ്യാന്നായിപ്പോയി. പിന്നെ ഇതാ കുറേ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. സാധാ പോലത്തെ ഗിഫ്റ്റൊന്നുമല്ല, ഇങ്ങനെ മെഡലൊക്കെ അവർക്ക് കിട്ടിയത്. എന്താണെന്നറിയില്ല, ഇവർ വൻ സെറ്റപ്പാണെന്നാണ് കേട്ടെ. പിന്നെ ദേ പള്ളിയിൽ അച്ഛന്മാരുടെ പ്രസംഗമല്ല, ഇങ്ങനെ അവരിങ്ങനെ ഇവരുടെ മാരീഡ് ലൈഫിനെ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു. പിന്നെ അനുപമേൻ്റെ പൊലിവ് നോക്കുക, അനുപമ സാരിയൊക്കെ കൊടുത്ത് അനുപമ തന്നെ മെയിന്ന് പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. പിന്നെ അവർക്ക് ഇതാ ഈ യേശുക്രിസ്തു, ഇതാരാണോ എനിക്കറിയില്ല. പിന്നെ ഇതാണ് അനുപമയുടെ പപ്പയുടെ അമ്മ. പിന്നെ അനുക്കുട്ടിയും അപ്പവും ആൽബിയും കൂടെ കൊടുക്കണ ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളെ സെറ്റപ്പ് ആക്കിയത് കണ്ടില്ലേ, ഒരു ഉണ്ട തൂങ്ങി കിടക്കുന്നത്. പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബുൾസയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വൺ ഡിസ്കഷനിൽ ഇവർ, എനിക്കറിയില്ല എന്താന്ന്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥിരം ഫിച്ചൊക്കെ തല്ലൊക്കെ പിടിച്ചിട്ടാണ് ഫിച്ചൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങിയില്ല. ഒരു റീൽസ് എടുക്കാനുണ്ടായിരുന്നു. റീൽസ് എടുത്ത് വന്നപ്പോഴത്തേക്കും നേരം വെളുത്തു. അത് ഞാൻ അപ്ലോഡ് ചെയ്തതിന് പോയി കാണാം. ഇത് കഴിഞ്ഞ് സാരി മടക്കണ യുദ്ധമാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ ശരി, ബൈ.